നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, പ്രിയ മുസ്ലിം സഹോദരങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ അസ്സലാമു അലൈക്കും. ശക്തിയുടെ ഒരു സൂചന ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം. അത് മറ്റൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിച്ചാൽ 15 വർഷം, അല്ലെങ്കിൽ മറ്റാണെങ്കിൽ 20 വർഷം, അല്ലെങ്കിൽ 100 വർഷം അത് ഉപയോഗശൂന്യമാണ്. ഇത് ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായി ആധുനിക ശാസ്ത്രം പറയുന്ന അതൊക്കെ സത്യമാണ്. അന്ന് പോലും ഇന്നേ വരെയും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ ഒരു സെക്കൻഡിലെ 1,00,000 അംശം മറ്റോ വ്യത്യാസം വന്നെന്ന് പറയുമ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നു വന്നപ്പോഴേ ഭൂമിയിൽ എന്തുമാത്രം വ്യതിയാനം ഉണ്ടായെന്നറിയോ. കോടാനുകോടി വർഷം അതുപോലെ കൃത്യനിഷ്ഠയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഒരു സെക്കൻഡിലെ 1,00,000 അംശം വ്യത്യാസം കാണിച്ചപ്പോൾ ഭൂമി ഒരുപടി വ്യതിയാനം ഉണ്ടായെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അപ്പോൾ എത്ര മഹത്തും ബൃഹത്തുമാണ് ഈ ബ്രഹ്മാണ്ഡ ഘടകം. അത് സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കഴിവ്. അതാണ് ഖുർആൻ പറയുന്നത്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കൊണ്ടുള്ളത്. അത് മുസ്ലിങ്ങളുടെ ഉദ്ദേശമല്ല, മാനവകുലത്തെ ഉദ്ദേശമാണ്. അത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ വിഷയം അമ്മ എന്ന സംഘടന, അമ്മാൻ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ അമ്മയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ നാദിനില്ല കളിയാണ്. അവിടെ അമ്മയുടെ മെമ്പർമാരോട് ഒരു റിക്വസ്റ്റ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ആര് വേണമെങ്കിലും പ്രസിഡന്റ് സെക്രട്ടറി ആക്കുക, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഞങ്ങളുടെ നിർദ്ദേശം പൃഥ്വിരാജിനെയും ആസിഫ് അലിയെയും ഏതെങ്കിലും 2 സ്ഥാനങ്ങൾ കൊടുത്ത് ബാക്കി അനുയോജ്യമായി എല്ലാ മേഖലക്കും പ്രാതിനിധ്യം കൊടുത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തെറ്റില്ല എന്ന് ഞങ്ങൾ തോന്നുന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെ, മനസ്സിലല്ലേ. മറ്റത് കേരളത്തിലെ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുന്നണിയിൽ 20, 21, 22 കേരളം. അത് മാറ്റി ഉദാഹരണം കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് ആണ് ഇപ്പോൾ കേരള കോൺഗ്രസ് കേരളത്തിൽ നിൽക്കുന്ന ഒരു പ്രബല സംഘടന. ജോസഫ് ഗ്രൂപ്പ് തന്നെയാണ്. അല്ല, അനു ജയിക്കുമ്പോൾ ഒരു മന്ത്രിയാണ്, ഒരു MLA ആണ്, ഒരു മണ്ഡലം, പിറവ് മണ്ഡലം മാത്രമേ ഉള്ളൂ. അപ്പം അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിൽ ലയിച്ചിട്ട് നിങ്ങൾ ഒന്നാകൻ പറയണം മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതൃത്വവും. കാരണം അവർക്ക് 2 മന്ത്രി, ജോസഫ് ഗ്രൂപ്പ് 2 മന്ത്രിമാണ് വേണമെന്ന് പറയുന്നത്. 7 MLA ഉള്ളവർക്ക് 1 മന്ത്രിയും പിന്നെ പകരം ചീഫ് വിപ്പും. വിപ്പ് എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ റാങ്ക് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അതുകൂടെ പുള്ളിക്ക് ഭരണഘടന സംരക്ഷണ സമിതിയുടെ തീരുമാനമൊക്കെ ആക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല. അതൊക്കെ മാറ്റിയിട്ട് സതീഷൻജി നിങ്ങൾ ആ അൻവറിനോടും മുസ്ലിം ലീഗിനോടും പറഞ്ഞില്ല, എവിടെ കട്ടായം പറയണം. നിങ്ങൾക്ക് പറയാൻ ധൈര്യമായിട്ട് തരുന്നുണ്ടല്ലോ. മിസ്റ്റർ ജയിക്കുവേ അനു, നിങ്ങൾക്ക് അതിൽ ചേര്. അപ്പോൾ കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം കിട്ടും. തൽക്കാലം നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം നിലനിർത്തുക ചെയ്യാം. ഈ ടൈം വരും, അടുത്ത ടൈമിൽ പിന്നെ ആലോചിക്കാം. അങ്ങനെ ചെയ്തുകൂടെ? അതിൽ CP ജോൺ, RMB ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ലിങ്ക് ചെയ്തിട്ട് ഒന്നാകണം. അതുപോലെ ഇടതുപക്ഷത്ത് CPI എങ്ങനെയെങ്കിലും മാറ്റി UDF കൊണ്ടുവരണം. എന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം CPIയിലേക്ക് ചേരണം. അങ്ങനെ പാർട്ടികൾ കുറച്ച് പാർട്ടികൾ സ്ട്രോങ് ആയിട്ട് ഭരണം ജനകീയമായി പോന്നേ. ഇത് ഒരുപാട് ആരോടും പരാതി വരാണ് നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച്. ആ ഈ അത്യാപത്ത് നടക്കുമ്പോഴും ഉദ്ഘാടനങ്ങളും ഭക്ഷണം കഴിക്കാനൊക്കെ പോയതൊക്കെ 100% തെറ്റാണ്, മാത്രമല്ല കുറ്റം കൂടിയാണ്. അതിന് പരാതി പറയിപ്പിക്കല്ലേ, അതാണ് കാര്യം. വെള്ളപ്പൊക്കം നമ്മൾ ഒരു പരിധി വരെ പ്രകൃതിയുടെ സൃഷ്ടിയാണ്. പക്ഷെ അത് പ്രകൃതിയുടെ സൃഷ്ടി ഉണ്ടാകാൻ മനുഷ്യ നിർമ്മിതമാണ് ഈ കാരണങ്ങൾ. ഏതാണ്ട് അറബിക്കടല് പകല് അത് ചൂടായിട്ട് കരയും തമ്മിൽ വ്യത്യാസമില്ല. കര പതുക്കെ വേഗം ചൂടാവും, വേഗം തണുക്കുകയും ചെയ്യും. കടല് സാവധാനം ചൂടാവുള്ളൂ, അത് വളരെ വൈകിയേ പോവുള്ളൂ, തണുക്കുള്ളൂ. അതുപോലെ പകല് മുഴുവൻ സൂര്യപ്രകാശത്തിൽ കടലും ചൂടാവും. എന്നിട്ട് അത് നീരാവിയൊക്കെ വരുന്ന രാത്രിയാവും. പക്ഷെ അത് നേരെ വെളുക്കോളം നിൽക്കും. അതാണ് രാത്രി ഉഷ്ണക്കാറ്റും ചൂടും, പകല് മഴയുടെ ആധിക്യമൊക്കെ വരുന്നത്. അപ്പൊ ഈ പ്രകൃതിയെ പോലും മനുഷ്യൻ കീഴ്പ്പെടുത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കീഴ്പ്പെടുത്തില്ല, ആക്രമിക്കലാണ്. പ്രകൃതിയോട് കാണിക്കുന്ന അനീതിയാണ്, നിന്ദയാണ്, ആക്രമണമാണ്. എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റും? 50-60 വയസ്സ് പ്രായമുള്ള നിങ്ങൾക്ക് പ്രകൃതിയെ എതിർത്തുകൊണ്ട് എത്ര കാലം പിടിച്ചേൽക്കാൻ പറ്റും?
കാലാവസ്ഥ വളരെ വ്യതിയാനപ്പെട്ടിരിക്കുകയാണ്. വളരെ വലിയ അപകടത്തിലേക്ക് ഭൂമി പോകുന്നത്. അതാണ് ഞങ്ങൾ 10-30 വർഷം എഴുതിയ ഭൂമിയില്ലാത്ത പ്രപഞ്ചം. ഇതൊക്കെ എത്ര സത്യമായിട്ട് വരുന്നത്. കാരണം ഈ ഇപ്പൊ ദുബായിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളെ പുക കൊണ്ട് മറിഞ്ഞെന്ന് ആര് വെച്ച് എന്ത് ചെയ്തു? ഇവിടെയൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഖത്തർ ചാരനാണെന്നും ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഖത്തറയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണ് ശരി? ഈ ഇപ്പോഴത്തെ അടിക്കുന്ന ഇറാനിലെ നേതൃത്വം ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൃഷ്ടിയാണെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും. ദുബായ് പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ കംപ്ലീറ്റ് നശിപ്പിക്കാൻ വേണ്ടി പരസ്പരം അടിച്ചടിച്ച് നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രമല്ലെന്നും ഒരു യുക്തിയല്ല. ഇതൊക്കെ ആര് കണ്ടു? ഇപ്പൊ ഖത്തർ പറയുന്നത് ഖത്തർ ഇസ്രായേലിന്റെ ചാരനാണ്, അല്ലെങ്കിൽ ഖത്തർ ചാരനാണ്, ഇസ്രായേലിനെ ദൂഷിക്കുന്നു, ഇറാന്റെ ചാരനാണ്. മറ്റേ അമേരിക്ക ഇസ്രായേലും പറഞ്ഞു അവര് ഗൾഫില് അവര് ചാരന്മാരാണ്, ഗൾഫ് തകർക്കാണ്. ഏതാണ് സത്യം, ഏതാണ് ശരി? സത്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെറിയ എന്തെങ്കിലും കാര്യമില്ലായിരിക്കും. തീ ഇല്ലാതെ പുക ഉണ്ടാവില്ല എന്ന് പറയും പോലെ. അല്ലെങ്കിൽ യുദ്ധത്തെ അറുതി വരണ്ടേ? ഇത് അറുതിയില്ലല്ലോ. പാമ്പ് കൂടി കളിക്കുമ്പോൾ വെച്ചോണ്ടിരിക്കല്ലേ. ഇതെല്ലാം നാശം വരുന്ന പറയുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്, മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അത് മനസ്സിലാക്കണം. ഈ കഴിവേറെ മക്കളെ മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു 45 ശേഷം എത്ര വർഷം കഴിച്ച് ഒരു കളിത്തോക്കിലുണ്ടാക്കുക ഈ ദുബായ് പോലെയുള്ള അല്ലെങ്കിൽ അറബി രാജ്യങ്ങൾ സാധിച്ചിട്ടില്ല. അമേരിക്കയെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് കപ്പം കൊടുത്ത് സുഗുലോലൂരും വെണ്ണു പിടിച്ചും വെള്ളം അടിച്ചും ആസ്വദിക്കണം. അത് ഇറാന് തെറ്റായിട്ട് ശരിയാട്ടെ. ഇത്രയും പിടിച്ചെന്നുള്ള ഇസ്രായേലും അമേരിക്കയായിട്ടുള്ള യുദ്ധത്തിൽ ഏകപക്ഷ ലോകം മുഴുവൻ ഒരുപക്ഷെ ഒരു പരിധിവരും അവർക്കെതിരെയും അവർ ഒറ്റക്കും. കാരണം ചൈനയും റഷ്യയും പിന്നെ ഉത്തര കൊറിയയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. മറ്റല്ല അമേരിക്കയുടെ കൂടെ ഇസ്രായേലും മറ്റ് ബ്രിട്ടീഷ് ഫ്രാൻസും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നത് പണ്ട് ഈജിപ്ത് യുദ്ധം നടത്തിയ പോലെ. എന്ത് മനസ്സിലാക്കുന്നുണ്ട്? ലോകം ലാഭം ഉണ്ടാക്കണം എന്നല്ലാതെ യാതൊരു സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ബീഫ് വരുന്നില്ല, ബീഫ് കടത്തി വന്ന് ലോറി തടയുന്നു ഹിന്ദു തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ. പേര് മാത്രമുള്ളൂ, നടക്കുന്നത് വേറെ. ഈ ഗൾഫിലേക്ക് കയറ്റി അയക്കുന്ന കമ്മയുടെ റെപ്രസെന്റ് വരാ, അത് കാവ്യ വസ്ത്രമിട്ട് വരുന്നുള്ളൂ, അത് ഹിന്ദു തീവ്രവാദ പേരിൽ അവർ തടയാണ്. 50,000 1 ലക്ഷം കൊടുക്കണം തന്നെ, അല്ലെങ്കിൽ വണ്ടി കടത്തി വിടില്ല. അങ്ങനെ വരുമ്പോൾ വണ്ടിക്കാർ എടുക്കില്ല. അപ്പോൾ ഈ സാധനം ഇല്ല, വിലയും കൂടി ഇല്ലെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പൊറോട്ട അടിക്കുന്ന ആസാമിൽ പോയ ആൾക്കാർ 48% തിരിച്ചു വന്നിട്ടില്ലെന്ന് പറഞ്ഞത്. 40% ബംഗാളുകാരാണ്, ആസാംകാരും ബംഗാളുകാരാണ്, അത് തിരിച്ചു വന്നിട്ടില്ലെന്ന് പറഞ്ഞത്. പൊറോട്ടയ്ക്ക് സ്റ്റാമാണ്. അങ്ങനെ ആകെ കൂടി കുലുഷിതമാണ്. ഇതൊന്നും കാണാതെ കഥ അറിയാതെ ആട്ടുകയാണ് നമ്മുടെ ഭരണാധികാരികൾ. അവർക്ക് ഇങ്ങനെ സമ്പാദിക്കണം, പണം ഉണ്ടാക്കണം, ആളാകണം എന്നല്ല എന്തെങ്കിലും താല്പര്യമുണ്ടോ സമൂഹത്തോടും രാജ്യത്തോടും? എത്ര 93,000 സ്കൂളുകൾ UP-യിൽ മാത്രം അടഞ്ഞുപോയത്. സർക്കാർ സ്കൂൾ പകരം പ്രൈവറ്റ് സ്കൂൾ വരുന്നുണ്ട്. അല്ല ആരാധനാലയങ്ങൾ, കെട്ടിടങ്ങൾ എല്ലാം നശിപ്പിക്കല്ലേ. ഈ നശിപ്പിച്ച് അതിൽ പൊതു നഷ്ടമല്ലേ. നശിപ്പിക്കുന്നതാണത്. അത് സർക്കാർ പിടിച്ചെടുക്കാൻ വേണമെങ്കിൽ. ഞാൻ അച്യുതാനന്ദനോട് പറഞ്ഞ പോലെ അച്യുതാനന്ദ പോയി അവിടെ സമരം കയ്യേറി അതൊക്കെ ഒഴിപ്പിച്ച് അതിന് തകർത്ത് കളഞ്ഞ് ബുൾഡോസർ വെച്ച്. അതിനാണ് അത് സർക്കാർ പിടിച്ചെടുത്താൽ പോലെ. അങ്ങനെ എത്ര പ്രാവശ്യം പറയാൻ പറ്റില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ വേറൊരു കാര്യമുണ്ട്. ഈ പുരുഷ സംഘടന ട്രിവാൻഡ്രത്ത് ഒരാൾ അത് ഉണ്ടാക്കിയൊരു പ്രാഥമിക പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് അതിന് ഡെവലപ്പ് എടുക്കേണ്ടി വരുന്നുള്ളൂ. കാരണം പോക്സോ കേസ് അതിൻ്റെ ശിക്ഷയും വിധിയും വെച്ച് ആലോചിക്കുമ്പോഴേ അതിൽ ഏതാണ്ട് ഒരു 99% കൃത്രിമമാണ്, പക തീർക്കാനാണ്. അതായത് വിവാഹമോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതികരണത്തിൽ നിന്ന് സ്വത്ത് തർക്കമൊക്കെ തീർക്കാൻ വേണ്ടി. എന്നാൽ ഒരു പെൺകുട്ടി പത്തനംതിട്ടയിൽ 10 പേരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസ് പരാതി കൊടുത്ത് പോലീസ് ഇടപെടിട്ട് ജ്യേഷ്ഠന് പകരം അനിയനെ കൊണ്ട് അയാളാണ് ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്, തല്ലി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നമ്മുടെ പോലീസുകാർക്ക് എന്ത് പറ്റി? ഇത് ചെയ്യേണ്ടെന്നറിയോ? ഒരുത്തനെ ഒരു ഇരുട്ടടിയിൽ ഒന്ന് ഒതുക്കിയാൽ മറ്റൊരു പാടാകും. അതില്ലാത്ത കുഴപ്പമാണ്. അത് ജനങ്ങൾ ഇറക്കി വിടരുത്. ജനങ്ങൾ അങ്ങനെ ഒതുങ്ങി പോകണം. ജനങ്ങൾ പട്ടിണിയാണെങ്കിലും വയറ് വിശന്നാലും മുറുക്കി കൊടുത്ത് ഒരുവിധം സമാധാന പ്രേമികളായിട്ട് പോകണം. പ്രത്യേകം മലയാളികൾ. അവർക്ക് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ രംഗത്തേക്ക് ഇറങ്ങാൻ, ആയുധം എടുക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പുറത്തേക്ക് വിടരുത്. അത് അപകടമാണ്.
പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരാൾ ആക്രമിക്കുക പോക്സോ കേസിലാണ് ഇടപെട്ട് നിൽക്കുക ആണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ആക്രമിക്ക് ശിക്ഷ വിധിക്കാൻ ന്യായമുള്ളൂ, അല്ലാണ്ട് കോടതിയുള്ളൂ. അത് UP സർക്കാർ ചെയ്യുമ്പോലെ നിങ്ങളുടെ വിധിക്കല്ലേ. എന്താണ് ബുൾഡോസ് കൊണ്ടത് വീട് കേൾക്കുക, അതെന്ത് നീയാത് എന്ത് നിയമം, അത് എന്തെങ്കിലും കോടതിയുടെ ആവശ്യമില്ലല്ലോ. പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാണല്ലോ, ആന്ധ്രാപ്രദേശിലെ ഒരു സുന്ദരിയായ ഡോക്ടറെ ഒരു കാമുകന്റെ വീട്ടിൽ പോകാനുള്ളത് ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ കണ്ടപ്പോൾ ഭൂഷുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നി. അവരെന്ത് ചില ബൈക്ക് പഞ്ചറാക്കി പെൺകുട്ടി തിരിച്ച് 1-2 മണിക്കൂർ തിരിച്ച് വന്നപ്പോൾ ബൈക്കില്ല, ആകെയാണ് തള്ളി നടക്കാതെ. വേറെ 3-4 തടിമാടന്മാരെ വന്ന് അത് നന്നായി കൊടുക്കുമെന്ന് കൊണ്ടുപോയി അവസാനം അവിടെ ആരോ ഏൽപ്പിച്ച് അവർ ബലാത്സംഗം ചെയ്ത് കത്തിച്ച് ശവമായിട്ട് വന്ന് അങ്ങനെ പിടിച്ചപ്പോൾ അവർ ഓടി രക്ഷപ്പെട്ടതിൻ്റെ പേരിൽ അവരെല്ലാം പിടിച്ചോലെ ചെയ്ത് അതൊരു പ്രശ്നം തീർന്നു. ഏതോ വമ്പന്മാർക്ക് ആസ്വദിക്കാൻ വേണ്ടി ചെയ്തത് ആ ലോറി ഡ്രൈവർമാരെ കരുക്കളാക്കി. അപ്പോൾ വലിയ വലിയ ആൾക്കാർ അധികാരമുള്ളവർ ഇതിന് ശ്രമിച്ചാൽ എന്ത് ചെയ്യും? അത് ഖുർആൻ പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ ബുദ്ധിയുടെ അംശം ചോദിക്കും. ഞാൻ എല്ലാം ഖുർആൻ പറയുന്നത് ബൈബിള് നിങ്ങൾക്ക് അറിയാമെന്നല്ലേ. അതായത് ഭാര്യയുടെ അനിയത്തിയെ വിവാഹം കഴിക്കുന്നത് നിഷിദ്ധമാണ്, വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിക്കാത്ത കുറേ അധികം ഈ ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പ് ഭാര്യയുടെ അനിയത്തി എഴുത്തിയ വിവാഹം കഴിക്കുക. എന്താ കാരണം? ഭാര്യയുടെ അനിയത്തി എഴുത്തി ഇടപഴകുന്ന എല്ലാം സ്വന്തം വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അങ്ങനെ സംഭവിച്ചാൽ പിന്നെ വിവാഹം കഴിക്കുന്ന നിയമം അവർ കഴിച്ചു. അവിടെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കർശനമായ നിയമം ഉള്ളതുകൊണ്ട് ഒരു ചെറിയ അകൽച്ചയുണ്ട്, എന്നിട്ട് സംഭവിക്കുന്നുണ്ട്. അതുപോലെയാണ് ഈ ഉത്തരവാദിത്തമുള്ള കഴിവുള്ള അധികാരികൾ ഇങ്ങനെ തെമ്മാട്ട് ചെയ്താൽ ഈ പോലീസാണ് എല്ലാവർക്കും സംരക്ഷണം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്നത് നല്ല പോലീസാണ്, ഒരു സംശയക്കാര്യത്തില്ല. പ്രത്യേകിച്ച് മലയാളി പോലീസ് നല്ല പേരുമാണ്. പക്ഷെ അത് ഒരു വിഭാഗം ഇങ്ങനെ ചെയ്യും. ഒരു കാര്യം ആത്യന്തികമായിട്ട് ചോദിക്കുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസുകാരോട്, നിങ്ങൾക്ക് പ്രതിയെ തല്ലാനുള്ള എന്ത് അവകാശം, എന്ത് അധികാരമാണ് നിങ്ങൾക്ക്, ആര് തന്നു നിങ്ങൾക്ക്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഒരൊറ്റ സമയം മാത്രമാണ് ബലം പ്രയോഗിക്കാൻ പറ്റുള്ളൂ പ്രതികളുടെ അടുത്ത്. എന്താണ്? കോടതി ഹാജരാക്കാൻ പറഞ്ഞാൽ അയാളപ്പോൾ എതിർക്കുകയാണെങ്കിൽ അയാളെ ബലം പ്രയോഗിച്ച് കോടതി ഹാജരാക്കാം. അത് മാത്രമാണ് പോലീസ് ബലം പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അല്ല ബലം പ്രയോഗിക്കാൻ പാടില്ല, ആക്രമിക്കാനും പാടില്ല. അതല്ലേ കോടതി വെച്ചിരിക്കുന്നത്. എന്ത് പോലീസ് മന്ത്രി അന്തസ്സുള്ള ശക്തമാണെങ്കിലോ ഒരുത്തർ ഇതുപോലെ തെമ്മഴത്ത് ഞാൻ വരുന്ന കാര്യം ഒരു ശിക്ഷ കൊടുത്തോണ്ടല്ലോ പിന്നെ ഒരു പോലീസുകാരും വരുമോ? ഈ കൊതി എല്ലാവർക്കും ഇല്ലേ? ഇത് പോലീസുകാർ മന്ത്രിമാർ ഏത് മന്ത്രി, ഈ മന്ത്രി മാത്രമല്ല ഏത് പോലീസ് മന്ത്രിയാണെങ്കിലും മറ്റു പലതും കാണും വീണ് പോകണം. ചുരുക്കി പറഞ്ഞു അതും പറയണ്ട, വീണ് പോകണം. ഒരു കേസിൽ പരാതിയായിട്ട് വന്ന ഒരു സിനിമ നടി, അയ്യോ ഇതൊക്കെ പറഞ്ഞത് അവസരം താമസിച്ച് അവിടെ വേണ്ടപ്പെട്ട് വന്നു പോയതൊക്കെ അറിയാം, പറഞ്ഞിട്ടെന്താ കാര്യമുള്ളേ. അപ്പം എല്ലാവർക്കും ആസ്വദിക്കണം. അത് അമ്മയിലും കൊള്ളാം, പെങ്ങളായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, ആസ്വദിക്കുന്നില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ ഭരണാധികാരികൾ വരാണ്. പണ്ട് ആ സിനിമയിൽ പറയുന്നില്ലേ, ബാർബർ ഷോപ്പ് നടത്തിക്കൊടുത്ത ആൾക്ക് മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ താമസിച്ച ഗസ്റ്റ് ഹൗസിൽ AC വർക്ക് ചെയ്യുന്നത് ഉറങ്ങിയില്ല എന്നുള്ള പരാതി പറഞ്ഞു. ആരായിരുന്നു? ബാർബർ ഷോപ്പ് ചിരക്കില പണി. അങ്ങനെയാണ് അധികാരം കിട്ടിയ പിന്നെ അവർ സൗകര്യം വേണം, സുഖലോലം വേണം, ആസ്വദിക്കണം. എല്ലാം കള്ളന്മാരും നീചന്മാരുമാണ്. ഒരു രാജ്യസ്നേഹവും ഒരു മനുഷ്യ സ്നേഹവും അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സ്നേഹവും ഇല്ല. അതിനെ ആ വീടിൻ്റെ അടുത്തേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. കിലോമീറ്റർ അകലെ വെച്ച് ബാരിക്കേഡ് വെച്ച് നിയന്ത്രിക്കായിരുന്നു. അതിപ്പോൾ എന്താണ്? അതാണ് ഇപ്പോൾ പിന്നെ സതീഷ് റെഡ്ഡി അത് മാറ്റി എല്ലാ പത്രക്കാരും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വിളിച്ച് കൂട്ടിയത്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ മുഖ്യമന്ത്രി ചെയ്യുന്നതൊക്കെ നല്ല കാര്യം. അപ്പോൾ നല്ല കാര്യം ആദ്യം നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ചീത്ത പറഞ്ഞത് വിമർശിക്കുകയും ചെയ്യണം, എങ്കിലും നന്നാവുള്ളൂ. പഠിക്കുന്ന കുട്ടി അധ്യാപകർ അതിനടുത്ത് കുട്ടിയോട് സ്നേഹമില്ലെന്നല്ല, കുട്ടി നന്നാകാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ ഈ ഭരണകക്ഷിയുടെ മന്ത്രിമാരെ മനുഷ്യ വിമർശിക്കലിൽ അത് തെറ്റിയിട്ട് നന്നാകാൻ വേണ്ടിയല്ല, അവർ നശിക്കാൻ അവർ താഴെ ഇറക്കാറില്ല. അത് മനസ്സിലാക്കണം. മറ്റുള്ളതൊന്നും പറയില്ല. എന്തായാലും ഞാൻ പറഞ്ഞത് ഞാൻ നല്ലവണ്ണം ക്ഷമയാം, അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റാം. അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഈ ഇദ്ദേഹത്തെ മാറ്റാത്തെന്താണ്? എന്നിട്ട് ആരെങ്കിലും മാന്യന്മാർ ഏൽക്കാത്തെന്താണ്? ഈ അവസരം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ? ഇദ്ദേഹം നിർത്തിക്കൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോയി നടക്കുമോ? നട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലേ കേരളത്തിൽ? ഇന്ത്യയിലും കേരളത്തിലും ഇല്ലേ? എവിടെ ഉണ്ടാകാനാ? കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ ഒരു മാസം മുൻപെങ്കിലും നട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ പിണറായിയുടെ ഈ മാറ്റി നിർത്തിയിട്ട് വേറെ ആരെങ്കിലും നേതൃത്വം വെച്ചെങ്കിൽ
ഭരണം ഒരുപക്ഷെ പിടിച്ചേനെ, ഇല്ലെങ്കിൽ പിടിച്ചില്ലെങ്കിൽ തന്നെ ഇത്ര പോവില്ല. ഇത് പിണറായിയുടെ മണ്ഡലത്തിൽ 12 റൗണ്ടിൽ തോറ്റുപോയി. 14ാമത്തെ റൗണ്ടിലാണ് ചെറിയൊരു മാർഗം ജയിച്ചത്. അതൊരു ചിക്ക ചെറുക്കൻ, ഒരു രാഷ്ട്രീയ പാരമ്പര്യമോ കഴിവില്ല, സാധാരണ പയ്യനാ. ആ പയ്യന്റെ പോലെ, കാരണം ആ പയ്യന്റെ മഹത്തല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കള് അവർക്ക് ആത്മരക്ഷാത്വം തോൽപ്പിച്ച് കളയുന്ന ആഗ്രഹം കൊണ്ടാണ്. ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ബന്ധുവിൻ്റെ നല്ല പയ്യ, ഒരു കുഴപ്പമില്ല, പഞ്ചായത്ത് ഒരിക്കൽ മത്സരിച്ച് രണ്ടാമത് ആരും നിൽക്കാതെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്ത് കൊടുത്താണ്. ആ പയ്യനോട് തോറ്റുപോയി. എന്താ കാരണം, അവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ, പിണറായി വിരുദ്ധരായ ഒരു എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത്, അവിടെ BJP വോട്ട് ചെയ്യാൻ അവിടെ BJP സ്ഥാനാർത്ഥിയില്ല, കോൺഗ്രസ് അത് ചെയ്യില്ല. അപ്പോൾ സ്വതന്ത്രമായി നിന്ന ഒരാളുണ്ട്, അലിയാർക്ക് 100ഓളം വോട്ട് കിട്ടിയ ഒരു വാർഡിൽ അവർക്ക് 10, 6, 8 വോട്ടോ പുള്ളി കിട്ടാൻ സാധ്യതയുള്ളൂ. ബാക്കി 100ഓളം വോട്ട് കൂടുതൽ കിട്ടി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭാവികളായ പിണറായി വിരോധികളായ അവരെല്ലാം വോട്ട് ചെയ്തില്ലെങ്കിൽ ലിസ്റ്റ് നോക്കി കണ്ടുപിടിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പോലെയല്ല, സമാനം വേണം, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കും. അപ്പോൾ വോട്ട് ചെയ്യുകയും ചെയ്ത് നോട്ട് ചെയ്യാൻ ഇല്ല തരം. പിന്നെന്ത് ചെയ്യും? അപ്പോൾ ചെയ്യാവുന്ന ഒരാൾ അലിയാർക്കുള്ളൂ. അലിയാറിന് വോട്ട് ചെയ്ത് 100 വോട്ട് കിട്ടിയത്, അതുകൊണ്ട് മറ്റേ സഖാവ് തോൽക്കും പോയി. ആ സഖാവിൻ്റെ കുഴപ്പമില്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കുഴപ്പമില്ല, ഈ പിണറായിയുടെ വിരുദ്ധം കൊണ്ടാണ്. അപ്പം ഇങ്ങനെ പല സ്ഥലത്തും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മഹത്ത് കളയാണ്. ഇപ്പം CP ജോൺ എടുക്കുക, CP ഇടതുപക്ഷ കള, എൻ്റെ നേതാവാണ്, എനിക്കത് പറയാൻ പറ്റില്ല, എങ്കിലും ഇതിങ്ങനെ പറയാതിരിക്കും. കാരണം ഒന്നാമത്തേൽ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ, ആദ്യം ബസ് മൊത്തത്തിലാണ്, പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിലായി സൗജന്യ യാത്ര. ഒരു ന്യായവുമില്ല, അത് ഒരു ന്യായമില്ല. മാത്രമല്ല അത് UDF അത് പറഞ്ഞ് അത് വഞ്ചനെ തട്ടിപ്പോണത്, ഒരു ന്യായം. അത് കൊടുത്ത് ആൾ കയറിയപ്പോൾ എന്താണ് CP ജോൺ പറഞ്ഞ് പാലക്കാട് ഉദ്ഘാടനം ചെയ്തപ്പോഴും അവർ വളരെ മോശമായി പ്രതികരിച്ചില്ലേ. CP ജോണൊക്കെ ഇപ്പോഴും ആ CMPയുടെ സെക്രട്ടറി പതിവാണെന്നുള്ളൂ, ഒരു മന്ത്രി റേഞ്ചിലേക്ക് ഉയരുന്നില്ല. ഞങ്ങൾ PDPയുടെ മദി സാഹിബ് പറഞ്ഞില്ലേ, മദി സാഹിബ് മൊയിലിയാരായിട്ട് അങ്ങനെ നിന്ന് പോയി. പാർട്ടി രൂപീകരിച്ചപ്പോഴേ ആ ഒരു സ്റ്റാൻഡേർഡ് മാറ്റണ്ടേ, അപ്പോഴും കള്ളാവ് തോച്ചാൽ ഒരു ശൈലിയും പറ്റില്ല. പിന്നെ അങ്ങനെ പാർട്ടി ഉണ്ടാവും? ഒരു മൊയിലിയാർ പ്രസംഗിക്കും കുഴപ്പമില്ല, ആ ശൈലി മാറ്റണ്ടേ പബ്ലിക് ആകുമ്പോഴേ. ഇപ്പം ഞാൻ എന്താണ്, ഞാൻ മൊയ്തീൻ ഷാ മുസ്ലിമാണ്, എനിക്ക് അസ്സലാമലൈക്കും പറഞ്ഞ് തുടങ്ങുക. അതങ്ങനെ ഞങ്ങൾ മുസ്ലിം വേണ്ടിയുള്ള ചാനലല്ലത്, ഇത് മനുഷ്യർക്ക് കൊണ്ടുള്ള, അതാണ് നമ്മൾ നമസ്കാരം തുടങ്ങുന്നത്. ഇന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് പ്രത്യേക സലാം പറഞ്ഞാണ്. അതിന് മാറ്റം വേണ്ടേ? CP ജോൺസന്റെ താൻ സ്നേഹബുദ്ധി പറയാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ പിന്നെ രാജേഷിൻ്റെ മുമ്പിൽ ചെന്നിട്ട് വിക്ടറിൻ്റെ മുമ്പിൽ ചെല്ലുന്നത് നിങ്ങൾ കേൾക്കണം. അദ്ദേഹം ഇപ്പോഴും ആ CNPയുടെ സംസ്ഥാന സെക്രട്ടറി ആ റാങ്കിൽ നിന്ന് 1 ഇഞ്ച് പോലും ഉയർന്നു വന്നിട്ടില്ല. അത് എത്ര മന്ത്രിസഭയ്ക്ക് എത്ര കുഴപ്പമുണ്ടാക്കി ആ പ്രസ്താവന. എന്താണ് മന്ത്രിമാർക്ക്? കഴിഞ്ഞ പ്രാവശ്യം പിണറായിയുടെ മന്ത്രിമാരെല്ലാം ഷണ്ണന്മാരായിരുന്നു. പിണറായി ചോദിച്ചു, ബാക്കി ആരും കഴിവുള്ള വെച്ചില്ലല്ലോ. ഇത്തവണ അത് കഷ്ടമല്ലേ കഷ്ടമാണ്. ആരാ കഴിവുള്ളി? ഒരു കുഞ്ഞാക്കായനുള്ളു, കുഞ്ഞാക്കായനെ കൊണ്ട് മിണ്ടിക്കുന്നില്ല. പിന്നെ ആരാ കഴിവുള്ള മന്ത്രി? ആരാ ഉള്ളത് പറയൂ? കോൺഗ്രസിലെ അല്ലെങ്കിൽ UDFിലെ മന്ത്രിമാരിൽ ഇருக்கு അനൂപ് മിണ്ടോ, ആയു മിണ്ടോ? ആരെങ്കിലും എതിർത്ത് സംസാരിക്കുമോ? എതിർക്കുക പറയേണ്ടടുത്ത് കാര്യങ്ങൾ പറയണം, അതോ അവിടെയാണ് കഴിവ്. അനൂപ് ജയിക്ക് ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? മിണ്ടോ? ഇല്ല. ആ ജീവിതത്തെ ആസ്വദിക്കണം, മന്ത്രിയാകണം എന്നല്ലാതെ യാതൊരു ഇതുമില്ല. അച്ഛൻ്റെ കാലത്ത് എത്രയോ കോടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതറിയാലോ, എത്ര കോടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കണക്കാണ് ജിഎസ്ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് 5 ലക്ഷമൊക്കെയാണ് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഒരു ജയിക്ക് മാത്രമല്ല, എല്ലാ കള്ളന്മാരും അത് ഞാൻ ജയിക്കുന്നു മാത്രമല്ല, അങ്ങനെ കോടി അപ്പോഴുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് അച്ഛൻ പറയും, പാരമ്പര്യമായിട്ട് വന്നിട്ടാണ് കോൺഗ്രസ് നേതാക്കളെ നമ്മുടെ ബീഹാറിലെ ലാലുവിൻ്റെ കോൺഗ്രസ് പാർട്ടിയോട് ഇല്ല, കെട്ടിച്ച് കാശ് പോയി. ഇവിടുന്ന് വന്ന ഒരുത്തന്നെ വോട്ട് ചെയ്ത് ജനങ്ങൾ ഇഷ്ടമല്ല ഈ പാരമ്പര്യമായിട്ട് വരുന്നത്. അച്ഛനും മകനും കുടുംബ സ്വത്തൊന്നും രാഷ്ട്രീയത്തെ പറ്റില്ല, അതൊക്കെ കുടുംബബന്ധങ്ങൾ. ഏറ്റവും വലിയ അപകടം ഇതാണ്. നെഹ്റുവിൻ്റെ രാജകുടുംബം അല്ലെങ്കിൽ നെഹ്റു കുടുംബം വന്നിപ്പോൾ കത്തോലിക്ക കുടുംബം അധികാരത്തിൽ വന്നാണ്, അധികാരത്തല്ല പാർട്ടി നേതൃത്വം വന്നാണ് ഇത് ഇത്രയും ക്ഷീണത്തിന് കാരണം. അത് മാറാൻ പറഞ്ഞാൽ ആരും മാറിയില്ല, മാറ്റിയില്ല, അങ്ങനെ നശിച്ചു പോകും. അങ്ങനെ നിൽക്കക്കല്ലില്ലാതെയാണ് ജനങ്ങൾ കോക്രോച്ച് പാർട്ടി. കഴിഞ്ഞ വരുന്ന ദിവസം ബോംബെയിൽ കൂടുന്നുണ്ട് E20 പെട്രോൾ കരിമ്പുന്നീര്. അതല്ല ഇന്നൊരു വാർത്ത കേട്ട് 22,000 ലക്ഷം കോടിയായിട്ട് കാലഘട്ടപ്പെട്ട് ഈ കരിമ്പിൻ ജ്യൂസ് ഉണ്ടല്ലോ, ഇപ്പം ഈ വിധയിൽ അത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേട്ട്. എന്തൊരു മണ്ടത്തിലായിരിക്കും. നമ്മുടെ 1 കിലോ മുഴുവൻ കേടാവൂല്ലേ? ഇപ്പോഴത്തെ കേടായി തുടങ്ങി. ഈ വാഹനങ്ങൾ ലക്ഷക്കണക്കിന് വാഹനം കേടായി കഴിഞ്ഞാൽ അത് ഉൽപ്പത്തി ചെയ്യാനൊക്കെ എവിടെ വർക്ക്ഷോപ്പ് ഉണ്ടാവും? നന്നാക്കാൻ പറ്റുമോ?
അവൻ്റെ പിന്നെ പാർട്സ് കിട്ടുമോ? ഒരു നാട്ടിൽ പാർശ്വവാദി ഒന്ന് ചത്തു കഴിഞ്ഞാൽ എന്ത് കുഴപ്പം? ആ നാട്ടുകാരെ കൊണ്ട് ഡോക്ടറെ പറ്റുമോ? അതാണ് അന്യ നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അന്യ നാട്ടിൽ നിന്നൊക്കെ ഈ യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യണം. എല്ലാ വണ്ടി കേടി തുടങ്ങി. അപ്പോൾ എന്താ മനസ്സിലാവും? നമ്മുടെ ജനങ്ങൾ എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് പറഞ്ഞത്? നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ സ്റ്റേജ്. നാം ഇത് നേടിയതല്ല, നാം എന്ത് കൊടുത്തുള്ളത്. അപ്പോൾ ഇങ്ങനെ E20 പെട്രോൾ വിൽക്കുന്നുണ്ട്, പെട്രോളിൽ മായം ചേർത്ത് വിൽക്കുന്നുണ്ട്. എന്ത് നേട്ടമാണ് ജനങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ വണ്ടികൾക്കുള്ളത്? ആ ഒന്ന് രണ്ട് കമ്പനികൾക്ക് കോടികൾ ലാഭിക്കാന്നല്ലാതെ പബ്ലിക്കിൽ കൊണ്ടുണ്ടോ? അതാണ് ഹിന്ദുക്കൾ പറഞ്ഞു ഇനി BJPക്ക് ഹിന്ദുക്കൾ ഞങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന്. അവർക്ക് മനസ്സിലായി ഇത് ഹിന്ദു നന്നാക്കാനല്ല. മനസ്സിലായില്ലേ? അയോധ്യയിൽ ഇത് പുണ്യഭൂമിയിൽ എവിടെ മക്കത്ത് പ്രവാചകൻ നിങ്ങൾ മക്ക തുല്യാണ് അയോധ്യ ഞങ്ങൾ സമ്മതിക്കാന്നേ. ആ മക്ക നോക്ക്, ഒരു കളവിൻ്റെ അംശമുണ്ടോ? ഒരു പീസ് ഉണ്ടോ? അവിടെ ഒരു ചാർജും ഇല്ല. ഇവിടെ എന്താണ് എത്ര രൂപ കണക്കില്ല, ഒന്നുമില്ല, കട്ടുകൊണ്ടാണ്, കൊള്ള ചെയ്തുകൊണ്ടാണ്. ഭഗവാൻ രാമനെ കൂടി മോശമാക്കല്ലേ? നമ്മൾക്ക് ബഹുമാനിക്കുന്ന ഒരു ആരാധ്യനായ ആദരണീയനായ ഇതാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണനൊക്കെ. അവർക്ക് പോലും ദോഷമുണ്ടാക്കിയല്ലേ ഈ ഒരു തെമ്മാടിക്കൂട്ടത്തിന് വേണ്ടി. ഒരു കാര്യം മനസ്സിലായി, ജന കാര്യം മനസ്സിലായി. നിങ്ങൾ കോൺഗ്രസ് നേതാക്കൾ കാര്യം മനസ്സിലാക്കണം. അടിയന്തരാവസ്ഥക്ക് ശേഷം ഇന്ദിരാഗാന്ധി കോൺഗ്രസ് താഴെ ഇറക്കിയത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും RSS ഒന്നുമല്ല. ബീഹാർ പോലെ സംസ്ഥാനത്തിലെ സാധാരണക്കാർ കൂട്ടിയിട്ടാണ് കോൺഗ്രസ് തോറ്റുപോയത്. ആ ബീഹാറാണ് ഇപ്പൊ മാതക തിരിച്ചു കുത്തിയത്. അല്ല കമ്മ്യൂണിസ്റ്റ് വന്നിട്ടും BJP വന്നിട്ടും RSS വന്നിട്ടൊന്നും അല്ല കോൺഗ്രസ് തോൽപ്പിച്ച്. സാധാരണക്കാരെ വോട്ടർമാർ, പ്രത്യേകിച്ച് ബീഹാർ, മധ്യപ്രദേശ്, ആസാം പോലുള്ള സ്ഥലങ്ങളിലെ സാധാരണക്കാർ മറച്ചു വോട്ടിയപ്പോഴാണ് കോൺഗ്രസ് തോപ്പിട്ട് പോയത്. അതുപോലെ BJP ആകണം. അത്രക്കണ്ട് രാജ്യം അസംബന്ധത്തിൻ്റെ. ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്ത രാജ്യം ഇപ്പോൾ ഇന്ത്യ ആയിട്ടുണ്ട്. ഇന്ന് കണ്ട് 4ാമത്തെ സ്ഥാനമുള്ളൂ. ചൈനയും അമേരിക്കയും ബ്രസീലും കഴിഞ്ഞ് 4ാം സ്ഥാനം ഇന്ത്യ. അതല്ല നേരത്തെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ അയക്കുന്നത് 1ാമത്തെ 2ാമത്തെ സ്ഥാനം ഇന്ത്യ എന്നാണ്. എത്രായിരം കോടി രൂപ ബീഫ് കയറ്റുമതി വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ? ഈ വരുന്ന ബീഫ് ലോറിയെല്ലാം പോത്തിൻ്റെ വണ്ടിയെല്ലാം തടഞ്ഞിട്ട് പിടിച്ച് അവർ നേരെ കച്ചവടക്കാർക്ക് കൊണ്ടുപോകും, അങ്ങോട്ട് കൊടുക്കും. അവർക്ക് വില കിട്ടില്ല. കാരണം മുസ്ലിങ്ങൾ അറുത്ത് കൊടുക്കാൻ വേണ്ടി മറ്റേ ഇത് വാങ്ങിയാൽ ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് കണ്ടല്ലോ, പ്രത്യേകിച്ച് UPയിലേക്ക് കർഷകർ തകർന്നുപോയി. 1 ലക്ഷം 1.5 ലക്ഷം രൂപ കിട്ടുന്ന മാടിനൊക്കെ ആണല്ലോ. മാടിനൊക്കെ ഓരോ 10,000 രൂപ കൊടുക്കണമെന്ന് രക്ഷപ്പെടുമോ? അതിട്ട് ഇറച്ചി കമ്പനി കൊണ്ടേ നിസ്സാര വിലക്ക് വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ തകർന്നുപോയി ആ ബിസിനസ്, ആ കൃഷിക്കാർ. ഇപ്പോഴത്തെ ഇതാണ് ഇത് തടഞ്ഞു നിർത്തിയിട്ട് അവർ വെടിക്കാക്കി തെനിക്കാക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്തു. ഇത്രയും കാലം ഇന്ത്യയിൽ ഈ സംഘപരിവാറും BJPയും മുസ്ലിം വിരോധം മാത്രം കാണിച്ചാണ് വോട്ട് വാങ്ങിയത്. അത് അവരൊരു കാര്യം മനസ്സിലാക്കി, മുസ്ലിം വിരോധമല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഒന്നും നേടാനില്ല. കാരണം അങ്ങനെ അവരെ നശിപ്പിക്കുന്ന അവരിൽ നേടണ്ടേ. സ്വതന്ത്രാനന്ത ഇന്ത്യയിൽ 7% സ്വത്തിന് അവകാശം ഉണ്ടായ മുസ്ലിങ്ങൾ ഇപ്പോൾ 1%. ഇപ്പോൾ BJP വന്നതിന് ശേഷം 1-ൽ താഴെയായി. അപ്പോൾ അവരെന്താ നേടിയത്? അവരെവിടെ തലപ്പത്തുണ്ട്? എവിടെയെങ്കിലും തലപ്പത്ത് അവരുണ്ടോ? ഒരാളുടെ പേര് പറയോ? രാഷ്ട്രീയത്തിലാകട്ടെ, ഉദ്യോഗത്തിലാകട്ടെ, ഉയർന്ന എല്ലാ ഓഫീസിലും ഒരു ദലിതും ഉണ്ടാവും, ഒരു മുസ്ലിം ഉണ്ടാവും പ്യൂണായിട്ട്. നിങ്ങൾ ഏത് ഓഫീസിൽ കയറിച്ചല്ലോ, അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന വെയിൽ വെള്ളം അവിടെ ഉണ്ടാവും ദലിതുകൾ. അവിടെ ദലിതുകളാണ്, മുസ്ലിം കാര്യമായിട്ടില്ല. മറ്റു സ്ഥാപനങ്ങളിൽ ഒരു പ്യൂണായിട്ട് ഒരു ദലിത് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീയോ മുസ്ലിം ഉണ്ടാവും. ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ തലയിൽ ഇതുണ്ട്, നിർമ്മിച്ചിരിക്കുകയാണ് അറിയിക്കാൻ വേണ്ടി. ബാക്കിയെല്ലാം കൊടുക്കുന്നവരാണ്. മറ്റിവിടുത്തെ 10% സവർണ്ണ വിഭാഗം. അപ്പോൾ ജനങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു സമുദായം ഒരു കാര്യം മനസ്സിലാക്കിയവർ, അവർക്ക് ബോധ്യമായി, തന്നെ സ്വയം ബോധ്യപ്പെട്ട് തിരുത്താൻ പ്രയാസമാണ്. സ്വയം അവർക്ക് ബോധ്യമായി മുസ്ലിങ്ങളല്ല ഇന്ത്യയിലെ കുഴപ്പക്കാരെന്നും അവരുടെ ഇതുകൊണ്ടല്ല ഇന്ത്യ രാജ്യം ഇങ്ങനെ പോയതെന്നും മനസ്സിലാക്കിയിട്ട് അവരിപ്പോൾ മുസ്ലിം വിരോധം മാറ്റി വയ്ക്കാണ്ട് മനുഷ്യ സ്നേഹം കാണിക്കുന്നു. ഞാനിപ്പോൾ E20 അല്ലെങ്കിൽ മറ്റേ കോക്രോച്ച് പാർട്ടിക്ക് ഉണ്ടായത്, അതിൽ മര്യാദക്ക് അവിടെ നിന്ന് പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ച് നിന്ന് പോവുകയാണെങ്കിൽ അവർക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ കോക്രോച്ച് പാർട്ടി അധികാരത്തിൽ ഒരു സംശയമൊന്നുമില്ല. കാരണം ജനങ്ങളുടെ ശക്തി, അത് 2 ശക്തിയാണ് ലോകത്തുള്ളൂ. ഒന്ന് ജനശക്തി, മറ്റു ദൈവശക്തി. ദൈവശക്തി നേരിട്ട് കാണാൻ പറ്റില്ല, ജനശക്തി കാണാൻ പറ്റും. ആ ജനശക്തി മുമ്പിലോട്ട് പട്ടാളായാലും ആരായാലും തോറ്റുപോണത്. അപ്പോൾ ആ ജനശക്തിയാണ് ഇപ്പോൾ BJPക്ക് വന്നിരിക്കുന്നത്. അല്ല മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ഇല്ല.
കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ല, ആ ജനശക്തി. ആ ജനശക്തി മുമ്പിൽ മുട്ടുമടുപ്പെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.